നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതുകൊണ്ട് ഇനി അവനെ തല്ലിയിട്ട് ഒരു കാര്യമില്ല. അടികൊണ്ട് അവന് പേടിയില്ലാതായി. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ആതിര എനിക്കൊരു ഉപകാരം ചെയ്യണമെന്ന് പറയാം. ഇല്ലെങ്കിൽ ഉപകാരം ചോദിച്ചു വാങ്ങാൻ. ആ ഉപകാരം ആതിരയുടെ ഒരു സമ്മതം, അജയനുമായിട്ടുള്ള വിവാഹത്തിനുള്ള സമ്മതം. ആ സമ്മതം എല്ലാവരെയും അറിയിക്കുന്നതോടെ സന്ദീപിന്റെ കയ്യിലും കാലിലും മുറുകിയിരിക്കുന്ന കെട്ടുകൾ അഴിയും. അവൻ തിരിച്ചു വരികയും ചെയ്യും. അതല്ല, മറക്കാനാവാത്ത പ്രണയബന്ധത്തിൽ കുടുങ്ങിയതുകൊണ്ട് ഇതൊക്കെ എല്ലാവരോടും പറഞ്ഞ് അവനെ രക്ഷപ്പെടുത്താനാണെങ്കിൽ അവനെ നീ പിന്നെ കാണുന്നത് വെള്ള പുതപ്പിച്ചായിരിക്കും. നിന്നെ ഒന്ന് സ്നേഹിച്ചതുകൊണ്ട് മാത്രം അവനെ കൊല്ലണോ ആതിരെ? നീ സമ്മതം മൂളുന്നത് വരെ അവൻ അവിടെ കിടന്ന് തല്ല് വാങ്ങിക്കും. അപ്പോ അത് എത്രയും പെട്ടെന്നായാ അത്രയും തല്ല് അവന് കുറഞ്ഞിരിക്കും. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എനിക്ക്. ഇത്രയും സംസാരിക്കേണ്ട കാര്യവും ഇല്ല. ഇതെടുത്ത് നിന്റെ തലയിൽ ഒരു കൊട്ടും തന്ന് നിന്നെ ഈ ഫാനിൽ കെട്ടിത്തൂക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, അതിനുള്ള ധൈര്യവും മനസ്സും ഇല്ലാഞ്ഞിട്ടും അല്ല. സന്ദീപും അനഘയും തിരിച്ചു വന്ന് ജീവിക്കുന്നത് നീയൊക്കെ കാണണം. അതാണ് എന്റെ അനിയത്തിയുടെ അതേ ഇഷ്ടത്തെ പിന്തുടർന്ന് നിനക്കുള്ള ശിക്ഷ. നീ ആ അജയനെയും കെട്ടി അവന്റെ പിള്ളേരെയും പ്രസവിച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കു പെണ്ണെ. കുടിലി കിടന്ന് കൊട്ടാര സ്വപ്നം കണ്ട് സന്ദീപിനെ കൊല്ലരുത്. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നീ ആലോചിക്കും. ബുദ്ധിയോട് ആലോചിച്ച നിന്റെ അജയന്റെ വിവാഹത്തിന് ഞങ്ങൾ നെല്ലിശ്ശേരിക്കാർ ഇങ്ങോട്ട് വരും. ബുദ്ധിമോശം കാണിച്ചാ നിങ്ങൾ വൃന്ദാവനംകാര് സന്ദീപിന്റെ മരണത്തിന് അങ്ങോട്ട് വരേണ്ടി വരും. അവനെ പലപ്പോഴും ചേർത്ത് പിടിച്ച നിന്റെ കയ്യിലാ ഇപ്പൊ അവന്റെ ജീവൻ. പാവം, അവന് കൊലയ്ക്ക് കൊടുക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.